NSSും ചങ്ങനാശ്ശേരി അതിരൂപതയും പെരുന്നയിൽ നടത്തിയ കൂടിക്കാഴ്ച രണ്ടാം വിമോചന സമരത്തിന് നാന്ദിയാകുമോ എന്ന് സാഗൂതം വീക്ഷിച്ച കേരള സമൂഹം. ആദ്യത്തെ വിമോചന സമരം മുഖ്യമന്ത്രിയായിരുന്ന EMSന് എതിരെയായിരുന്നെങ്കിൽ രണ്ടാം വിമോചന സമരം പിണറായിക്കെതിരെയായി തീരുമോ എന്ന് കാണാനാണ് കേരളം കാത്തിരിക്കുന്നത്. ഒന്നാം വിമോചന സമരം EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാസ്റ്റർക്കെതിരെയായിരുന്നെങ്കിൽ പിണറായിക്കെതിരായി NSS നടത്തുന്ന സമരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ സമരം നയിക്കാൻ സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ തന്നെയുണ്ടായിരുന്നു. മന്നത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള നേതാവ് തന്നെയാണ് G സുകുമാരൻ നായർ. അദ്ദേഹവും ഇടതുപക്ഷത്തിനെതിരെ ഉറച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. മന്നത്തെ സഹായിക്കാൻ അന്ന് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു. KM മാണിയെ പോലുള്ള കേരള കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു. ഇന്നും അത്തരം സാഹചര്യങ്ങൾ അതേപടി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ചങ്ങനാശ്ശേരി ആക്സിലറി ബിഷപ്പ് മാർ ജോസഫ് തറയിലും അതിരൂപതയിലെ പ്രമുഖരും പെരുന്ന NSS ആസ്ഥാനത്തെത്തി G സുകുമാരൻ നായരെ കണ്ടത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചതിന്റെ പേരിൽ സർക്കാരും NSSും തമ്മിൽ നേർക്കുനേർ പോരാടുമ്പോഴാണ് തീരെ അപ്രതീക്ഷിതമായി ഇത്തരം ഒരു സന്ദർശനം നടന്നത്. 1 മണിക്കൂറോളം ബിഷപ്പും സുകുമാരൻ നായരും പെരുന്ന ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടത്തി. മന്നം ജയന്തി ദിവസമാണ് ശബരിമലയിൽ സർക്കാർ നേരിട്ട് യുവതികളെ പ്രവേശിപ്പിച്ചത്. അവർ ഭക്തരായിരുന്നില്ല, പകരം ആക്ടിവിസ്റ്റുകളായിരുന്നു. ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് സർക്കാർ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നതിനിടയിലായിരുന്നു സർക്കാർ തന്നെ ഇവർക്ക് സന്ദർശനത്തിന് അവസരവും പിന്തുണയും നൽകിയത്. പെരുന്നയിൽ മന്നം സമാധി ആഘോഷങ്ങൾക്കിടയിൽ ഇക്കാര്യം പരസ്യമായി പറഞ്ഞ് സുകുമാരൻ നായർ വികാരാതീതനായി. യുവതി പ്രവേശനത്തെ തുടർന്ന് നടയടച്ച തന്ത്രിയെ അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നില്ല. തനിക്ക് യാതൊന്നും ചെയ്യാനാവാത്ത നിസ്സഹായതയാണ് അനുഭവപ്പെട്ടതെന്ന് സുകുമാരൻ നായർ തനിക്ക് അടുപ്പമുള്ളവരോട് പറയുന്നുമുണ്ട്. അതിനിടയിലാണ് ചങ്ങനാശ്ശേരി ബിഷപ്പ് സന്ദർശിച്ചത്. ഇതിന് വൻ രാഷ്ട്രീയ മാനമാണുള്ളത്. ആചാരങ്ങളും പാരമ്പര്യവും ഹനിക്കപ്പെടുമ്പോൾ എല്ലാ മതസ്ഥരും ഒരുമിച്ച് നിൽക്കണമെന്ന് സന്ദർശനത്തിന് ശേഷം ബിഷപ്പ് പറഞ്ഞു. കേരളത്തിൽ ഇന്നുള്ള സ്ഥിതിവിശേഷം സമാധാനം ഇല്ലാതാക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു. വിശ്വാസങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ എല്ലാവരും ജാഗരൂകരാകണമെന്നും ബിഷപ്പ് പറഞ്ഞു. ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ ഹിന്ദു സഹോദരങ്ങൾ അനുഭവിക്കുന്ന മനോവേദനയിൽ പിന്തുണ അറിയിക്കാനാണ് താൻ പെരുന്ന സന്ദർശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ ശ്രീലങ്കൻ യുവതി സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾ സുകുമാരൻ നായരെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. തന്ത്രിയെ NSS പിന്തുണച്ചതുകൊണ്ടാണ് സർക്കാർ തന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണമെന്ന് വരെ സുകുമാരൻ നായർ പറഞ്ഞു. സർക്കാരിനെതിരെ സുകുമാരൻ നായർ പരസ്യമായി ഒന്നും പ്രതികരിക്കുന്നില്ലെങ്കിൽ ആ മനസ്സ് അശാന്തമാണ്, അതിൽ വേദന ഒഴിയുന്നില്ല. ആദ്യ വിമോചന സമരത്തിൽ BJP സജീവമായിരുന്നില്ല. എന്നാൽ ഇന്ന് BJP ആണ് സമരത്തിന്റെ മുന്നിലുള്ളത്. അന്ന് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി 1959 ജൂലൈ 31 കേന്ദ്ര സർക്കാർ കേരളത്തിലെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടു. അന്ന് തുടങ്ങിയതാണ് ചങ്ങനാശ്ശേരി രൂപതയും NSSും തമ്മിലുള്ള ഹൃദയബന്ധം. അതിന്നും തുടരുന്നു. അങ്കമാലിയിൽ വിമോചന സമരത്തിന്റെ ഭാഗമായി ഉണ്ടായ വെടിവയ്പാണ് കേരള സർക്കാരിന്റെ പിരിച്ചുവിടലിന് കാരണമായത്. ശബരിമലയുടെ പേരിൽ അയ്യപ്പ കർമ്മസമിതി വൻ പ്രക്ഷോഭം തുടങ്ങാനിരിക്കുകയാണ്. ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാനുള്ള പ്രകോപനമാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ളതെന്ന് നിയമമന്ത്രി AK ബാലൻ പറഞ്ഞത് വിമോചന സമരത്തിന്റെ ഓർമ്മകൾ മനസ്സിലുള്ളത് കൊണ്ടാകണം. ചങ്ങനാശ്ശേരി രൂപതയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഓർത്തഡോക്സ് സഭയും സർക്കാരിനെതിരെ നീങ്ങുകയാണ്. മലയാള മനോരമ ഓർത്തഡോക്സിന്റെ പത്രമാണ്. പള്ളി തർക്കത്തിന്റെ പേരിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, യാക്കോബായ സഭയ്ക്ക് അനുകൂലമായി സർക്കാർ നിലപാടെടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഓർത്തഡോക്സിനെ പ്രകോപിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സഭയും NSSനൊപ്പമാണ് നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.